Presidency Haiku. Hi friends, I'm Ashwati. Friends, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെന്റൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് സെന്റൻസിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്, അതായത് അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രോനൗൺ, നൗൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ഗ്രാമർ ഇത് മാത്രം പോരാ, മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. ആളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെൻസസ്. അതെ, ടെൻസസ് തന്നെ, കാലങ്ങൾ. ഈ കാലങ്ങൾ 3 ടൈപ്പാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. 3 പേരാണുള്ളത്. പക്ഷെ 3 ഒതുങ്ങി പോയില്ല കേട്ടോ. കാരണം ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ടെൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ പ്രസന്റ് ടെൻസിനെ മാത്രമല്ല പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 3 ടെൻസ് മാത്രമല്ല പഠിക്കാനുള്ളത്, 12 ടെൻസസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ടെൻസസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടെൻസുകൾ 3 ടൈപ്പാണെന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, 3 ടൈപ്പ്. അതിൽ പ്രസന്റ് ടെൻസിൽ ഫസ്റ്റ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ്, അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഇതൊക്കെ ഫോം ചെയ്തിട്ടാണ് ഒരു സെന്റൻസ് ഉണ്ടാവുക എന്നുള്ളത്. അതൊക്കെ തന്നെ ഇതിലുള്ളൂ. പക്ഷെ ചെറുതായിട്ട് വെർബിന്റെ ഫോംസിനെ കുറിച്ചൊന്ന് നോക്കണം. അപ്പൊ അതില് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് 1. ഇത്ര നേരം വെർബ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എവിടുന്നാണ് ഇതിൽ വന്നേ? അതൊരു സംശയം വരാം. വെർബ് 3 ടൈപ്പാണ്. അപ്പോൾ വെർബ് ഫോം 3 ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സബ്ജക്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1 ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വെർബ് ഫസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്ട് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്ട്, ഈ ഫോമാറ്റിലാണ് എന്തുണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതിയാൽ സംഭവം വേഗം ക്ലിക്ക് ആവും. ഹി റൈറ്റ് മാത്രമാണ് നമുക്കിതിൽ എഴുതണ്ടു. പെട്ടെന്ന് ഒരു എസ് വന്നു. ഈ സെന്റൻസിലെ എസ് എങ്ങനെ വന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതുമ്പോൾ നമുക്ക് അവിടെ 2 ഓക്സിലറി വെർബ്സിനെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് പുതിയൊരാൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്. പലരും പഠിച്ചിട്ടുണ്ടാവുക ഹെൽപ്പിംഗ് വെർബ്സ് എന്നാണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. അപ്പോൾ അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡു, ഡസ്. ഈ 2 ഓക്സിലറി വെർബ്സ് ആണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോമാറ്റിൽ യൂസ് ചെയ്യുക. ഇതില് ഹി റൈറ്റ്സ്, ചില സംഭവത്തിൽ ചില സെന്റൻസുകളിലെ വെർബ് എഴുതുമ്പോൾ ES, IES, S ഈ ഫോമാറ്റുകൾ യൂസ് ചെയ്യണം. S, ES, IES ഈ 3 കാര്യങ്ങൾ വെർബിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഈ 3 ഫോമുകളിലാണ് എന്തുള്ളത്. ഈ റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ 3 ഫോമാണ്. V1, V2, V3 ഫോമുകളാണ് റൈറ്റ്, റോട്ട്, റിട്ടൺ. അതിൽ നമ്മൾ വെർബ് 1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് എഴുതി. ഇതിൽ ഈ ഒരു ഫോമാറ്റിൽ യൂസ് ചെയ്യുമ്പോൾ S, IES, S, ES അങ്ങനെ 3 ഫോമാറ്റുകളാണ്, 3 ലൈനാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹി റൈറ്റ്സ് എന്ന് എഴുതി. ഇതിൽ ഹി സബ്ജക്റ്റ് ആണ്, റൈറ്റ് എന്ന് പറയുന്നത് വെർബ് 1 ആണ്. വെർബ് 1 പ്ലസ് S. ഈ S എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിലറി വെർബ്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡസ് എന്നതിന് പകരം നമ്മൾ വെർബിന്റെ കൂടെ എസ് ചേർത്ത് കൊടുക്കുകയാണ് റൈറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇനി ഇത് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ഐ എന്ന് യൂസ് ചെയ്യാം. ഐ നമ്മൾ പറഞ്ഞു, മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സിംഗുലർ ആയിട്ടാണ് തോന്നുക, പക്ഷെ നമ്മൾ സെന്റൻസുകൾ യൂസ് ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആണ്. ഐയും അതേപോലെ തന്നെ യു. അപ്പോൾ ഇവിടെ വി റൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ റൈറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല, പകരം ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ വി റൈറ്റ് എന്നാണ് എഴുതുക. റൈറ്റ്സ് യൂസ് ചെയ്യില്ല, കാരണം വി എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ്. ഇവിടെ ഹി
ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ സെന്റൻസസ് അതായത് സിംഗുലർ സബ്ജക്റ്റ് വെച്ച് എഴുതുമ്പോൾ നമ്മളിവിടെ ഡസ് ആണ് ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ഇപ്പോൾ പ്ലൂറൽ വെച്ച് എഴുതുമ്പോൾ, പ്ലൂറൽ ആയിട്ട് സബ്ജക്റ്റ് വെച്ച് എഴുതുമ്പോൾ നമ്മളിവിടെ ഡു എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ രണ്ട് ഹെൽപ്പിംഗ് വെർബ്സ് ആണ് ഡു ആൻഡ് ഡസ്. ഡസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ സെന്റൻസിലേക്ക് കൊടുക്കേണ്ടതും, ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ സെന്റൻസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്തത് ഹി റൈറ്റ്സ് എന്നാണ്. നമ്മൾ അതിനൊരു ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളൊരു ഫോമാറ്റ്, അതായത് ഹി റൈറ്റ്സ് എ ലെറ്റർ. നമുക്കറിയാം ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, റൈറ്റ് എന്ന് പറയുന്നത് വേർബ് 1 പ്ലസ് എസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓക്സിലറി വെർബ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് വന്നിട്ടുള്ളത്. എ ലെറ്റർ എന്ന് പറയുന്നത് ഇതിൽ ഒബ്ജക്റ്റും ആണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എഴുതണം. കാരണം അവരൊരു കത്ത് എഴുതുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു കത്ത് എഴുതുന്നു. ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഓക്സിലറി വെർബ്, അതായത് ഇതിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് പുറത്തേക്ക് വരും. നമുക്ക് എഴുതി നോക്കാം. ഹി നമ്മുടെ ഓക്സിലറി വെർബ് ആഡ് ചെയ്യാം. ഡസ് നെഗറ്റീവ് ആക്കണ്ടേ, അപ്പോൾ നമ്മളിതിൽ നോട്ട് യൂസ് ചെയ്യണം. ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. നെഗറ്റീവ്, അതായത് അവൻ ഒരു കത്ത് എഴുതുന്നില്ല. അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്സിലറി വെർബിനെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അതിന്റെ കൂടെ നോട്ട് ചേർക്കുക, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ചേർക്കുക. അപ്പൊ ഇതെന്താണ്? ഇവിടെ ഓക്സിലറി വെർബ് വന്നു, ഇവിടെ സബ്ജക്റ്റ് സെയിം ഫോമാറ്റ് തന്നെയാണ്. പക്ഷേ ഈ റൈറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓക്സിലറി വെർബിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് അതിന്റെ നെഗറ്റീവ് ആക്കി മാറ്റും. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെന്റൻസും ഇതൊരു നെഗറ്റീവ് സെന്റൻസും ആണ്. സിമ്പിൾ പ്രസന്റിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരും, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ WH ക്വസ്റ്റ്യൻസിനും. നമ്മൾ 10th ഒരുപാട് കോൺവെർസേഷൻസും അതുപോലെ ഫിൽ ദ ബ്ലാങ്ക്സ് ഒക്കെ വരും. ലൈക്ക് കോൺവെർസേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറയും, ഫില്ലപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് എന്ത്? ഓക്സിലറി വെർബില് പുറത്തേക്ക് എടുത്തിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ആ ഒരു ആൻസർ വെച്ചിട്ടായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക സെന്റൻസ്. സോ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്ന്, അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ചിലപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന കോൺവെർസേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 10th ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം, നമ്മൾ പറഞ്ഞിരുന്ന സെന്റൻസ് നമുക്ക് എടുക്കാം. ഹി റൈറ്റ്സ് എ ലെറ്റർ, അല്ലെ? ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ റൈറ്റ്സിൽ നമ്മളൊരു ഓക്സിലറി വെർബിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ആ ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. കാരണം ഹി എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിലൊരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡസ് ആയിരിക്കും. സോ നമ്മൾ ഡസിനെ പുറത്തേക്ക് എടുത്തു, സബ്ജക്റ്റിനെ ഇവിടെ ആഡ് ചെയ്യാണ്. ഡസ് ഹി റൈറ്റ് എ ലെറ്റർ? പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാം. ഡസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്, ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈറ്റ് എന്ന് പറയുന്നത് വെർബ്, എ ലെറ്റർ ഇസ് എ ഒബ്ജക്റ്റ്. ഇവിടെ V1 ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. സോ ഇതിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ സിമ്പിൾ ആണ്. ഓക്സിലറി വെർബ് ഡസ് നോട്ട് ഹി റൈറ്റ് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതുന്നു.
അവൻ ഒരു കത്ത് എഴുതുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. Doesn't he write a letter? ഇവിടെ എഴുതുന്നു. He writes a letter. അവൻ ഒരു കത്ത് എഴുതുന്നു. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ. അപ്പോൾ does he write a letter എന്ന് ചോദിച്ചാൽ yes he write a letter. അപ്പോൾ ഇവിടെ യെസ് എന്നുള്ള ഒരു ഉത്തരത്തിന് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? does he write a letter. ഞാനിപ്പോൾ തന്നെ നോ എന്നുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, doesn't he write a letter. സിമ്പിൾ ആയിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർമാറ്റ് നോക്കാം. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. നമുക്കൊന്ന് ഓർത്ത് വെച്ചാൽ മതി, സംഭവം സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പോർഷൻ തീർത്തു. ഇനി നമ്മൾ പറഞ്ഞു സെക്കൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈം WH ക്വസ്റ്റ്യൻസ്. നമുക്ക് അറിയാലോ വാട്ട്, വെൻ, ഹൂ, ഹും, ഹൗ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ്. നമ്മുടെ സെന്റൻസ് ഒന്നും മറക്കണ്ട, അതിന് ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലിപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളത് വാട്ട് അല്ലെ, എ ലെറ്റർ എന്നുള്ള ഒരു ഉത്തരം കിട്ടാൻ, ഒരു ഒബ്ജക്റ്റ് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. WH ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട്, വെൻ, വേർ, ഹൗ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എടുക്കാം. വാട്ട് ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്. നമ്മളെന്ത് പറയും? ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയും. ക്വസ്റ്റ്യൻ വേർഡ് ആണ് വാട്ട്. ഇതിൽ വാട്ട് നമ്മുടെ ഓക്സിലറി വെർബിനെ പുറത്തേക്ക് എടുക്കണം, മറക്കണ്ട. ഇപ്പൊ റൈറ്റ്സിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയതുകൊണ്ട് ഈ സെന്റൻസിൽ ഉറപ്പായിട്ടും ഡസ് ആണുള്ളത്. അല്ല ഡു ആണെങ്കിൽ റൈറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ റൈറ്റ്സ് ഡസ് ആണുള്ളത്. വാട്ട് ഡസ് പുറത്തേക്ക് എടുത്തു. ഹി റൈറ്റ് എ ലെറ്റർ ആണ് ഉത്തരം, അതുകൊണ്ട് തന്നെ വാട്ട് ഡസ് ഹി റൈറ്റ് എ ലെറ്റർ എഴുതാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഡസ് ഹി റൈറ്റ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. സോ വാട്ട് ഡസ് ഹി റൈറ്റ്, അവൻ എന്ത് എഴുതുന്നു. വാട്ട് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഡസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്നത് വെർബ് ആണ്. അപ്പോൾ വാട്ട് ഡസ് ഹി റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ഉത്തരം കിട്ടും? ഹി റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഹി എന്ന് പറയുന്നത് ഒരു ആൻസർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹു റൈറ്റ്സ് എ ലെറ്റർ. ഹു റൈറ്റ്സ് എ ലെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഓക്സിലറി വെർബ് പഠിക്കുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് പുറത്തേക്ക് എടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഹു റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വാട്ട് ഡസ് ഹി റൈറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. ഡസിന് താഴെ എഴുതിയിട്ട് ഡസ് നോട്ട്, അതായത് വാട്ട് ഡസ് ഹി റൈറ്റ്, അവൻ എന്ത് എഴുതുന്നില്ല. അപ്പോൾ അവൻ എഴുതുന്നില്ലെങ്കിൽ സംതിങ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർഡ്. V1 ആണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. V1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് മാത്രമാണ്. ഇനി നമുക്കൊരു 11 ടെൻസുകൾ പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ് പഠിക്കുവാണെങ്കിൽ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ആവശ്യമുള്ളതാണ്. സോ കമൻറ്റ് ചെയ്യുക.